ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ചാനൽ ലേൺ വിത്ത് രേവതി. നമുക്കിന്ന് കേട്ടിട്ട് കാറ്റഗറി 1 ബേസ് ചെയ്തിട്ട് സൈക്കോളജിയിൽ നിന്നിട്ട് PYQs നോക്കാം. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ പഠന സിദ്ധാന്തങ്ങൾ നൽകിയിട്ട് പേര് കൊടുക്കും, എന്നിട്ട് എന്ത് ചോദിക്കും? ശരിയായ ജോഡി ചോദിക്കാം, തെറ്റായ ജോഡി ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഈ സിദ്ധാന്തങ്ങൾ, ഈ പഠന സിദ്ധാന്തങ്ങളും ഇതിലെ വക്താക്കളുമായി ബന്ധപ്പെട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. താഴെ കൊടുത്തവയിൽ ശരിയായ ജോഡി ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ആദ്യത്തെ ഓപ്ഷൻ തന്നെ നോക്കുകയാണെങ്കിൽ ഉൾക്കാഴ്ച പഠനം, EL തോണ്ടേക്കെന്ന് കൊടുത്തേക്കുന്നു. ശരിയായ ജോഡിയല്ല അല്ലെ. ഉൾക്കാഴ്ച പഠനം എന്ന് പറയുന്നത് ആരുമായി ബന്ധപ്പെട്ടതാണ്? ഉൾക്കാഴ്ച പഠനം കോഹ്ലറുമായി ബന്ധപ്പെട്ടതാണ്. ഇൻസൈറ്റ് ലേണിംഗ് എന്ന് പറയുന്നത് കോഹ്ലറുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെ തോണ്ടേക്കുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയുകയാണെങ്കിൽ ഏതാണ്? ശ്രമപരാജയ സിദ്ധാന്തം, ശ്രമപരാജയ പഠനം അല്ലെ. ട്രയൽ ആൻഡ് എറർ ലേണിംഗ് ആണ്, ശ്രമപരാജയ പഠനമാണ്, ട്രയൽ ആൻഡ് എറർ ലേണിംഗ് ആണ് തോണ്ടേക്കുമായി ബന്ധപ്പെട്ടത്. നമുക്കൊരു കാര്യം പറയുവാണെങ്കിൽ ഉൾക്കാഴ്ച പഠനം എന്ന് പറയുന്നത് കോഹ്ലറുമായി ബന്ധപ്പെട്ടതാണ്. ഇനി ബി എന്ന് പറയുന്ന പ്രതികരണ ചോദകം, BF സ്കിന്നർ ശരിയായ ആൻസർ ആണ്. ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പറയുന്നത് PF സ്കിന്നറുമായി ബന്ധപ്പെട്ടതാണ്. BF സ്കിന്നറുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ താഴെ കൊടുത്തവയിൽ ശരിയായ ജോഡി ഓപ്ഷൻ ബി ആണ്. നമുക്കെല്ലാം നോക്കി പോകാം. ഓപ്ഷൻ സി ക്രമീകൃത ബോധനം. ക്രമീകൃത ബോധനം എന്ന് പറയുന്നത് BF സ്കിന്നറുമായി തന്നെ ബന്ധപ്പെട്ടതാണ്. ഓക്കെ, കോഹ്ലറുമായി ബന്ധപ്പെട്ടതല്ല, അത് സ്കിന്നറുമായിട്ട് തന്നെ ബന്ധപ്പെട്ടതാണ്. പ്രോഗ്രാംഡ് ലേണിംഗ് ഇംഗ്ലീഷിൽ പറയും. ക്രമീകൃത ബോധനം BF സ്കിന്നറുമായി ബന്ധപ്പെട്ടതാണ്. നെക്സ്റ്റ് പ്രതികരണ ചോദകം, ബി നമ്മൾ പറഞ്ഞു വെച്ചേക്കുവാണ്. ആരുമായി ബന്ധപ്പെട്ടതാ? BF സ്കിന്നറുമായി ബന്ധപ്പെട്ടതാ. അപ്പൊ ഡിയും തെറ്റാണ്. അപ്പോൾ ഈ പാവ്ലോവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പഠിക്കുവാണെങ്കിൽ പാവ്ലോവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് എന്ത്? ക്ലാസിക്കൽ കണ്ടീഷനിങ് പാവ്ലോവുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. ക്ലാസിക്കൽ കണ്ടീഷനിങ് ഇവാൻ പാവ്ലോവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ താഴെ കൊടുത്തവയിൽ ശരിയായ ജോഡി ഏത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. പ്രതികരണ ചോദകം എന്ന് പറയുന്നത് BF സ്കിന്നറുമായി ബന്ധപ്പെട്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ വികാസത്തിൽ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട പാരമ്പര്യ ഘടകങ്ങൾ ഏതാണ് എന്നതാണ്. ഓപ്ഷൻ എ ലിംഗഭേദം, പോഷകാഹാരം, ജനനക്രമം, വംശം. ഓപ്ഷൻ ബി ഗ്രന്ഥികൾ, കുടുംബ നിലവാരം, ലിംഗഭേദം, ജനനക്രമം. ഓപ്ഷൻ സി ലിംഗഭേദം, വംശം, ഗ്രന്ഥികൾ, ജനനക്രമം. ഓപ്ഷൻ ഡി ഗ്രന്ഥികൾ, ലിംഗഭേദം, വംശം, ബുദ്ധിശക്തി. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഒരു വ്യക്തിയുടെ വികാസത്തിൽ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട പാരമ്പര്യ ഘടകങ്ങൾ എന്ന് പറയുന്നത് ഗ്രന്ഥികൾ, ലിംഗഭേദം, വംശം, ബുദ്ധിശക്തി. ഓപ്ഷൻസിൽ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് JP ഗിൽഫോർഡിന്റെ ബുദ്ധിഘടനാ മാതൃക, സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് മോഡൽ, നമ്മൾ ത്രിമുഖ സിദ്ധാന്തം എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ബുദ്ധിക്ക് 3 ഫേസസ് ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓപ്പറേഷൻ, കണ്ടൻസ്, പ്രോഡക്റ്റ് എന്നിവയാണ് അദ്ദേഹത്തിന്റെ 3 ഫേസസ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ഓൾറെഡി ഗിൽഫോർഡിന്റെ ഒരു ക്ലാസ്, ഗിൽഫോർഡിന്റെ മാത്രമായിട്ടുള്ള ഒരു ക്ലാസ് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുള്ളതാണ്. എല്ലാവരും താല്പര്യമുള്ളവർ കയറി കാണുക കേട്ടോ. അപ്പൊ ഗിൽഫോർഡിന്റെ ഒക്കെ ഭാഗത്ത് നിന്ന് എപ്പോഴും ഈ ഒരു ത്രിമുഖ സിദ്ധാന്തത്തിന്റെ ഫേസസ് ചോദിക്കുന്നതാ. അപ്പോ JP ഗിൽഫോർഡിന്റെ ബുദ്ധിഘടനാ മാതൃക അടിസ്ഥാനപ്പെടുത്തിയിട്ട് ശരിയായ ഘടകങ്ങൾ ഏതാണെന്നാ ചോദിച്ചേക്കുന്നത്. ഉൽപ്പന്നങ്ങൾ, പ്രക്രിയകൾ, ഏകകങ്ങൾ. പ്രക്രിയകൾ, ഉള്ളടക്കം, ഉൽപ്പന്നങ്ങൾ. നെക്സ്റ്റ് ഉള്ളടക്കം, ഉൽപ്പന്നങ്ങൾ, വിഭാഗങ്ങൾ. പ്രക്രിയകൾ, ഉള്ളടക്കം, ബന്ധങ്ങൾ. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. പ്രക്രിയകൾ, ഓപ്പറേഷൻസ്, ഉള്ളടക്കം, കണ്ടൻസ്, ഉൽപ്പന്നം, പ്രോഡക്റ്റ് അല്ലെ. ഓപ്പറേഷൻ, കണ്ടൻസ്, പ്രോഡക്റ്റ് എന്നിവയാണ് ഗിൽഫോർഡിന്റെ ബുദ്ധിഘടനാ മാതൃകയുടെ അടിസ്ഥാന ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ യൂണിറ്റ് എന്ന് പറയുന്നത് ഈ ഘടകങ്ങളുടെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ഓപ്പറേഷനിൽ ഇന്ന കാര്യങ്ങൾ വരുന്നു, ഉള്ളടക്കത്തിൽ ഇന്ന കാര്യങ്ങൾ പറയുന്നു, ഉൽപ്പന്നത്തിൽ ഇന്ന കാര്യങ്ങൾ വരുന്നു എന്ന് നമ്മൾ പഠിക്കും. അതിൽ പെടുന്നതാ യൂണിറ്റ് കേട്ടോ. അതും ഓരോന്നും കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഓപ്പറേഷൻസിൽ എന്തൊക്കെ വരും, കണ്ടന്റിൽ എന്തൊക്കെ വരും, പ്രോഡക്റ്റിൽ എന്തൊക്കെ വരും എന്നൊക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കാണുക കേട്ടോ. ഇതിൽ പിന്നെ വിശദീകരിച്ച വീഡിയോ ലോങ് ആയിട്ട് പോകും, ഓരോന്നും വിശദീകരിച്ചുകൊണ്ടിരുന്ന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് തീവ്രമായ കരച്ചിൽ, നഖം കടിക്കൽ, തുള്ളിച്ചാടൽ എന്നിവ ശിശുവികാര പ്രതികരണങ്ങളാണ്.
ഇവയെല്ലാം താഴെ പറയുന്ന ഏത് ശിശു വികാരങ്ങളുടെ പ്രത്യേകതകളിൽ പെടുന്നു എന്നാണ് ചോദിച്ചേക്കുന്നത്. തീവ്രമായ കരച്ചിൽ, നഖം കടിക്കൽ, തുള്ളിച്ചാടൽ എന്നിവയൊക്കെ വൈകാരിക ദൃശ്യതയുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ. ക്ഷണികത, ആവൃത്തി, സംക്ഷിപ്തത ഒക്കെ ശിശു വികാരങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതില് തീവ്രമായ കരച്ചിലും നഖം കടിക്കലും തുള്ളിച്ചാടലും ഒക്കെ വൈകാരികപരമായിട്ടുള്ള കുട്ടിയുടെ എന്താണ് പ്രകടനവുമായി ബന്ധപ്പെട്ടതാണ്. വൈകാരിക ദൃശ്യതയാണ് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താഴെ കൊടുത്ത പ്രസ്താവനയിൽ വായനാ വൈകല്യവുമായി, ഡിസ്ലെക്സിയയാണ് വായനാ വൈകല്യം, ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത് എഴുത്താണ്. ഓക്കെ. അപ്പോ ഡിസ്ലെക്സിയ എന്ന് പറയുന്ന വായനാ വൈകല്യവുമായി ബന്ധപ്പെട്ടത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വായിക്കുമ്പോൾ ചില പദങ്ങൾ വിട്ടുപോയി കാണുന്നത്, നിർത്തേണ്ടിടത്ത് നിർത്താതെ വായിക്കുന്നത്, ഒന്നോ രണ്ടോ വരികൾ വിട്ടു വായിക്കുന്നത്, അർത്ഥം മനസ്സിലാക്കാതെ വായിക്കുന്നത്. ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഒന്നോ രണ്ടോ വരികളൊക്കെ ശ്രദ്ധക്കുറവ് കൊണ്ട് നമ്മൾ വിട്ടുകളയും. നിർത്തേണ്ടിടത്ത് നിർത്താതെ നമ്മൾ സ്പീഡിൽ വായിച്ചും പോകാറുണ്ട്. വായിക്കുമ്പോൾ ചില പദങ്ങൾ വിട്ടുപോകുന്നതും ശ്രദ്ധയില്ലായ്മ കൊണ്ടൊക്കെ വിട്ടുപോകാറുണ്ട്. അർത്ഥം മനസ്സിലാക്കാതെ വായിക്കുക എന്നുള്ളതാണ് ഒരു വായനാ വൈകല്യവുമായി ബന്ധപ്പെട്ടത്. ഈ ക്വസ്റ്റ്യനില് കുട്ടി വായിക്കുന്നുണ്ട്, പക്ഷെ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അർത്ഥം മീനിങ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഇംഗ്ലീഷ് മാത്രം അറിയുന്ന ഒരു കുട്ടിക്ക് മലയാളം വായിക്കാൻ അറിയാം, പക്ഷെ ആ കുട്ടിക്ക് എന്തറിയില്ല, മലയാളത്തിന്റെ വേർഡ്സിന്റെ മീനിങ്സ് അറിയില്ല. ഇംഗ്ലീഷ് മീനിങ്സ് മാത്രമേ അറിയുള്ളൂ. അപ്പൊ ആ കുട്ടി ഒരു സ്റ്റോറി വായിച്ചു എന്ന് വിചാരിക്കാം. വായിക്കറിയാം, മലയാളം വായിക്കറിയാം, ആ കുട്ടിക്ക് അക്ഷരങ്ങളും സൗണ്ട്സും ഒക്കെ അറിയാം, വായിക്കുന്നുണ്ട് ആള്. പക്ഷെ ആൾക്ക് ഓരോ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയില്ല. ഇപ്പൊ സ്റ്റെപ്സ് എന്ന് പറയുന്നത് പടികളാണ് എന്ന് കുട്ടിക്ക് അറിയില്ല. അപ്പൊ കുട്ടി വായിക്കുമ്പോ കുട്ടിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല അല്ലേ? എന്താ ഞാൻ വായിച്ച സ്റ്റോറി, ക്യാരക്ടേഴ്സിന്റെ പേര് മാത്രം മനസ്സിലാവും, പക്ഷെ അവിടെ എന്താ സംഭവിച്ചു, ഇവർ എന്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്, എന്താ അതിന്റെ ആശയം, ഒന്നും തന്നെ കുട്ടിക്ക് മനസ്സിലാവുന്നില്ല. അത് ലാംഗ്വേജ് അറിയാത്ത പ്രശ്നമാണ്. പക്ഷെ ഇവിടെ അതേ ലാംഗ്വേജിൽ തന്നെ പഠിച്ചു വളർന്ന കുട്ടിയായിരിക്കും, വായിച്ചു പോകും, പക്ഷെ വായിക്കുന്നത് എന്താന്നുള്ള അർത്ഥം മനസ്സിലാകാതെ വായിച്ചു പോകുന്ന അവസ്ഥ. ഇത് വായനാ വൈകല്യവുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സംഗീത ടീച്ചർ ക്ലാസ്സിലെ 6 ഗ്രൂപ്പുകളിൽ ഒരു ലേഖന ഭാഗം നൽകി. ഗ്രൂപ്പുകളോട് പരസ്പരം ചോദ്യങ്ങൾ ഉന്നയിക്കാനും ആശയങ്ങൾ ചുരുക്കുന്നതിനും ചില ഭാഗങ്ങൾ വിശദീകരിക്കുന്നതിനും ഇനി എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ച് അഭിപ്രായം പറയുന്നതിനും അവസരം നൽകി. എങ്കിൽ ടീച്ചർ ഇവിടെ സ്വീകരിച്ച തന്ത്രം എന്താണെന്നുള്ളതാണ്. കണ്ടെത്തൽ പഠനം, ആശയദാന മാതൃക, സംവാദാത്മക പഠനം, പ്രതിക്രിയ അധ്യാപനം. ആൻസർ പ്രതിക്രിയ അധ്യാപനമാണ്. കുട്ടിയുടെ റീഡിംഗ് എബിലിറ്റി, വായനാശീലം അല്ലെങ്കിൽ വായനാപരമായിട്ടുള്ള ബുദ്ധി അല്ലെങ്കിൽ വായനാശേഷിയൊക്കെ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രതിക്രിയ അധ്യാപനം ചൂസ് ചെയ്യുന്നത്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് പ്രതിക്രിയ അധ്യാപനമാണ്. റെസിപ്രോക്കൽ ടീച്ചിങ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ കൊടുത്ത പ്രസ്താവനകളിൽ വൈകാരിക ബുദ്ധിയുടെ നിർവചനമായി കണക്കാക്കാവുന്നത് ഏതാണെന്നതാണ്. വൈകാരികാവസ്ഥയെ ബുദ്ധിപരമായി നിയന്ത്രിക്കാനുള്ള കഴിവ്, അതൊരു നിർവചനമാണ്. തന്റെയും മറ്റുള്ളവരുടെയും വൈകാരിക അവസ്ഥ മനസ്സിലാക്കാനുള്ള കഴിവ്, സ്വയം പ്രചോദിതമാവുക, മുകളിൽ പറഞ്ഞവയെല്ലാം. ആൻസർ ഓപ്ഷൻ ഡി ആണ്. എ, ബി, സി ഇവയെല്ലാം തന്നെ വൈകാരിക ബുദ്ധിയുടെ നിർവചനമായിട്ട് കണക്കാക്കാവുന്നതാണ്. ആൻസർ ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. 8ാമത്തെ ക്വസ്റ്റ്യൻ രമേശ് മാഷ് ക്ലാസ്സിൽ ഗ്രൂപ്പ് പ്രവർത്തനങ്ങളും അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും നൽകി. കുട്ടികളുടെ ഏത് തരം ബുദ്ധി വർദ്ധിപ്പിക്കാനാണ് ഈ പ്രവർത്തനം സഹായിക്കുന്നത്? ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ്, ആന്തരിക വൈയക്തിക ബുദ്ധി, ശാരീരിക ചലനപരമായിട്ടുള്ള ബുദ്ധി, ബോഡിലി കൈനസ്തെറ്റിക് ഇന്റലിജൻസ്. അതുപോലെ സി എന്ന് പറയുന്നത് ഭാഷാപരമായിട്ടുള്ള ബുദ്ധിയാണ്, ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്. വ്യക്തിയാന്തര ബുദ്ധി, ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്. അപ്പൊ ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് ഉണ്ട്, ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ഉണ്ട്. ഇൻട്രാപേഴ്സണൽ എന്ന് പറയുന്നത് നമ്മൾ സ്വന്തമായിട്ട് തന്നെ സ്വയം മനസ്സിലാക്കി നമ്മുടെ തെറ്റു കുറ്റങ്ങൾ എവിടെയാണെന്നൊക്കെ സ്വന്തമായിട്ട് മനസ്സിലാക്കി നിഗമനത്തിലെത്തി നമ്മളെ തന്നെ അറിയുന്നതാണ് ഇൻട്രാപേഴ്സണൽ. നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നമ്മൾ ചെന്ന് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക. പക്ഷെ വ്യക്തിയാന്തര ബുദ്ധി അല്ലെങ്കിൽ ഇന്റർപേഴ്സണൽ മറ്റുള്ള ആളുകളുടെ വിചാരങ്ങളും കൂടി മനസ്സിലാക്കി മറ്റുള്ളവരുടെ കൂടെ നല്ല രീതിയിൽ അടുപ്പത്തോടും സഹകരണത്തോടും പോകാനുള്ള ശേഷി ഡെവലപ്പ് ആകണമെങ്കിൽ ഇന്റർപേഴ്സണൽ ഡെവലപ്മെന്റ് നമുക്കുണ്ടാകണം. ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ഉള്ളവരാണ് ഒരു ഗ്രൂപ്പായി പ്രവർത്തിക്കുള്ളൂ, മറ്റുള്ളവരുമായിട്ട് സംവദിക്കുള്ളൂ, മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കുള്ളൂ, മറ്റുള്ളവർക്കും തൻ്റേതുപോലെ തന്നെയുള്ള വികാരങ്ങളും വിചാരങ്ങളും ഉണ്ട്, അവൻ്റെയും വാക്കുകൾ കേൾക്കണം,
അവനെയും ഉൾക്കൊള്ളണം, അല്ലെങ്കിൽ അവരുടെ വാക്കുകളും കേൾക്കണം. അപ്പൊ അവരെയും കൂടി റെസ്പെക്ട് ചെയ്ത് അവരുടെ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ആർക്കാ സാധിക്കുള്ളൂ? ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ഉള്ള ഒരാൾക്കാണ് പറ്റുള്ളൂ. അപ്പൊ ഇവിടെ അധ്യാപകൻ ഗ്രൂപ്പ് പ്രവർത്തനങ്ങളിലാണ് കുട്ടികളോട് അനുഭവങ്ങൾ പങ്കുവയ്ക്കാനൊക്കെ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഗ്രൂപ്പായി പ്രവർത്തിക്കാനുള്ള ശേഷി കൈവരുന്നത് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പൊ നിങ്ങൾ അറിയാണ്ട് ശാരീരിക ചലനപരമായിട്ടുള്ള ബുദ്ധി എന്നൊക്കെ ചിലപ്പോൾ പറയുമായിരിക്കും. കാരണം അറിയാണ്ട് ചിലപ്പോൾ പറഞ്ഞു പോയാലോ, ഗ്രൂപ്പ് പ്രവർത്തനമാണല്ലോ, അപ്പൊ നല്ല രീതിയിൽ ബോഡിയൊക്കെ അനങ്ങുന്നുണ്ടല്ലോ, നടക്കുന്നുണ്ടല്ലോ. അങ്ങനെയല്ല ശാരീരിക ചലനപരമായിട്ടുള്ള ബുദ്ധി എന്ന് പറയുന്നത്. ഇവിടെ ആൻസർ എന്താണ്? ഇവിടെ ആൻസർ വരുന്നത് കുട്ടിക്ക് ഒരു ഗ്രൂപ്പ് പ്രവർത്തനം, ഗ്രൂപ്പാണ് ഇവിടെ കൊടുക്കുന്നത്. ഗ്രൂപ്പായിട്ട് പ്രവർത്തിക്കാൻ, അനുഭവം പങ്കുവെക്കാൻ ഒരു കുട്ടി അവന്റെ സ്വന്തം അനുഭവത്തെ പങ്കുവെക്കണമെങ്കിൽ ആ ഗ്രൂപ്പ് അവൻ അത്രത്തോളം സെറ്റ് ആവണം, അല്ലേ? അല്ലാതെ ചുമ്മാ ഒരു ഗ്രൂപ്പിലേക്ക് ആദ്യമായിട്ട് കയറി ചെല്ലണ ഒരാള് എന്നെ കണ്ടിടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് സംസാരിക്കില്ല, അല്ലേ? അപ്പൊ ആ ഒരു ഗ്രൂപ്പായിട്ട് ആ കുട്ടി മിങ്കിളായതിനു ശേഷം മാത്രമായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് അനുഭവങ്ങളൊക്കെ പങ്കുവെക്കുള്ളൂ. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ഇന്റലിജൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഉണ്ടാകുന്ന ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ആണ്. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് വ്യക്തിയാന്തര ബുദ്ധി, മറ്റൊരു വ്യക്തിയെ മനസ്സിലാക്കാനുള്ള കഴിവ്, ഇടപെടാൻ, ഗ്രൂപ്പായി പ്രവർത്തിക്കാൻ ഒക്കെ ഉള്ള കഴിവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കുട്ടികളുടെ മടക്ക ധാരണ, ഫീഡ്ബാക്ക്, മടക്ക ധാരണ എന്നിവ ക്ലാസ് റൂം പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള നിരീക്ഷണം, ക്ലാസ് ചർച്ചകൾ, വിദ്യാർത്ഥി പ്രവർത്തനങ്ങൾ എന്നിവ ഏത് വിലയിരുത്തലിന്റെ ഭാഗമാണ്? അപ്പൊ കുട്ടികളുടെ മടക്ക ധാരണ എന്നിവ ക്ലാസ് റൂം പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള നിരീക്ഷണം. ക്ലാസ് റൂം പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള നിരീക്ഷണം എന്ന് പറയുമ്പോൾ തത്സമയം നിരീക്ഷിക്കുകയാണ്. ക്ലാസ് ചർച്ച തത്സമയം നടക്കുന്നതാണ്. വിദ്യാർത്ഥി പ്രവർത്തനങ്ങൾ ടീച്ചർ കൊടുക്കുകയാണ് ക്ലാസ്സിൽ ഇരുന്നുകൊണ്ട്. ഇതൊക്കെ ഏത് വിലയിരുത്തലുമായി ബന്ധപ്പെട്ടതാണ്? പഠനത്തിനായുള്ള വിലയിരുത്തലാണല്ലേ. ടീച്ചർ ക്ലാസ്സിൽ തന്നെ വെച്ചിട്ട് ചെയ്യിപ്പിക്കുന്നതൊക്കെ പഠനത്തിനായുള്ള വിലയിരുത്തലാണ്. അസസ്മെന്റ് ഫോർ ലേണിംഗ് ആണ്, പഠിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഞാനിന്ന് എടുത്ത ക്ലാസ് കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടണം. അപ്പൊ ഇവൻ എന്തായാലും വീട്ടിൽ ചെന്നിട്ട് പഠിക്കാനൊന്നും പോകുന്നില്ല. ചില കുട്ടികളുടെ കാര്യം നമുക്ക് അറിയായിരിക്കും. ഇവൻ എന്തായാലും വീട്ടിൽ ചെന്നിട്ട് ഒന്നും പഠിക്കാൻ പോണില്ല. അത് കാരണം ഈ ക്ലാസ്സിൽ നിന്നെങ്കിലും ഇവന്റെ തലയിലേക്ക് എങ്ങനെയെങ്കിലും ഇതൊക്കെ കയറ്റിയിട്ട് വിടണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവനെ അവിടെ ഇരുത്തി വീണ്ടും വീണ്ടും ചോദ്യം ചോദിപ്പിച്ച്, ഞാൻ അങ്ങനെയാണ്, ഞാനിങ്ങനെ വീണ്ടും 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 എന്താ പഠിപ്പിച്ചേടാ എന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഈ പിള്ളേര് അയ്യോ എന്നൊക്കെ പറഞ്ഞ് പറയെങ്കിലും വീണ്ടും 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 പറയുമ്പോൾ അവൻ ആ ടോപ്പിക്കെങ്കിലും പഠിക്കും. അപ്പൊ ഇവിടെ വരുന്നത് പഠനത്തിനായുള്ള വിലയിരുത്തലാണ്. അസസ്മെന്റ് ഫോർ ലേണിംഗ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 10ാമത്തെ ക്വസ്റ്റ്യൻ. ചില പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു. ബാഹ്യാഭിപ്രേരണ സമ്മാനങ്ങൾ കൊണ്ടോ അംഗീകാരങ്ങൾ കൊണ്ടോ നിയന്ത്രിക്കപ്പെടുന്നില്ല. സ്വയം പ്രചോദിതമായി ഉള്ളിൽ നിന്നും രൂപപ്പെട്ടു വരുന്നതാണ് ആന്തരിക അഭിപ്രേരണ. ബാഹ്യാഭിപ്രേരണ ആന്തരിക അഭിപ്രേരണയ്ക്ക് കാരണമാകുന്നില്ല. ബാഹ്യാഭിപ്രേരണ ആന്തരിക അഭിപ്രേരണയ്ക്ക് ചിലപ്പോൾ കാരണമായി തീരുന്നു. ഇവിടെ ബാഹ്യാഭിപ്രേരണയും അതുപോലെ തന്നെ ആന്തരിക അഭിപ്രേരണയും തമ്മിൽ എന്താണ് വ്യത്യാസം? ബാഹ്യാഭിപ്രേരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റൊന്നിൽ നിന്ന്, ഇപ്പൊ നമുക്കൊരു കാര്യം പഠിക്കണം, അതിനുവേണ്ടി നമ്മൾ യൂട്യൂബ് ക്ലാസ്സുകൾ കാണുന്നു, മറ്റുള്ളവരിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കുന്നു, മറ്റൊരു സോഴ്സ് യൂസ് ചെയ്ത് ചെയ്യുന്നു. അതാണ് ബാഹ്യ അഭിപ്രേരണ. പുറമേ നിന്നുള്ള പ്രേരണയാൽ നമ്മൾ പഠിക്കുന്നതാണ്, അല്ലെങ്കിൽ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതാണ് ബാഹ്യ അഭിപ്രേരണ. എന്നാൽ ആന്തരിക അഭിപ്രേരണ സ്വന്തമായിട്ട് തോന്നി സ്വന്തമായിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഒരാളുടെയും പ്രേരണ ഇല്ലാതെ സ്വന്തമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്വന്തമായി ഒരു പ്രവൃത്തിയിലേക്ക് കടക്കുക, പ്രവർത്തനങ്ങൾ ചെയ്യുക, സ്വന്തം തീരുമാനത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നതാണ് ആന്തരിക അഭിപ്രേരണ എന്ന് പറയുന്നത്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ബിയും ഡിയുമാണ് ആൻസർ ആയിട്ട് വരുന്നത്. സ്വയം പ്രചോദിതമായി ഉള്ളിൽ നിന്നും രൂപപ്പെട്ടു വരുന്നതാണ് ആന്തരിക അഭിപ്രേരണ. അത് ശരിയല്ലേ? ഇനി ഡിയിലേക്ക് വരുവാണെങ്കിൽ ബാഹ്യ അഭിപ്രേരണ ആന്തരിക അഭിപ്രേരണയ്ക്ക് ചിലപ്പോൾ കാരണമായി തീരുന്നു, അല്ലേ? ബാഹ്യ അഭിപ്രേരണ ആന്തരിക, ഇപ്പൊ അതെങ്ങനെയാണ് അങ്ങനെ ആവുന്നത്? ഇപ്പൊ നമുക്ക് ഒന്നും പഠിക്കാൻ താല്പര്യമില്ലാതിരിക്കുന്ന ഒരു സമയം, അല്ലെങ്കിൽ നമ്മൾ ലൈഫിൽ തോറ്റുപോയി എന്ന് വിചാരിക്കുന്ന ഒരു സമയത്ത് നമ്മളൊരു മോട്ടിവേഷൻ കേൾക്കുവാണ്. ഇപ്പം നമുക്ക് പേളിമാണീനെ എടുക്കാം. വേണമെങ്കിൽ നമ്മൾ പേളിമാണിയുടെ ഒക്കെ, അല്ലെങ്കിൽ മെന്റലിസ്റ്റ് അനന്തു ഒക്കെ ഇങ്ങനെ മോട്ടിവേഷന്റെ ക്ലാസ്സുകൾ ഇടാറുണ്ട്. അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ മോട്ടിവേഷൻ ഇടുന്ന സമയത്ത് നമ്മൾ ഈ മോട്ടിവേഷൻ കേൾക്കുവാണ്. അപ്പൊ നമുക്ക് എന്ത് തോന്നി?
ഇതിപ്പോൾ തീർന്നിട്ടൊന്നുമില്ല. ഇത് കുറച്ചും കൂടി കൂടെ നമുക്കൊരു ഇപ്പോൾ നമ്മൾ ഈ സിംഗപ്പണ്ണെ പാട്ട് കേൾക്കുമ്പോഴും അതുപോലെ തന്നെ ഓരോരോ പാട്ടുകൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ടേക്ക് ഒരു അത്ര നേരം ഇല്ലാത്തൊരു സാധനം ഇങ്ങനെ തരിച്ചിങ്ങനെ വരില്ലേ, ആ ഒരു സാധനമാണ് എന്ത്, ബാഹ്യ അഭിപ്രേരണ. ആന്തരിക അഭിപ്രേരണയ്ക്ക് ചിലപ്പോൾ കാരണമായി തീരും. അല്ല, അതാണ് മോട്ടിവേഷൻ ഒക്കെ നമ്മൾ പറഞ്ഞത്. നമ്മളൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ പഠിക്കാനൊന്നും തോന്നുന്നില്ല, എല്ലാം ഇവിടെ തീർന്നൊന്നും പറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ വല്ല മോട്ടിവേഷനോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ആന്തരിക അഭിപ്രേരണ ഉണ്ടാകും. എനിക്ക് ചെയ്യണം, എനിക്ക് പറ്റും, ആ ഒരു സാധനമാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പം ഓപ്ഷൻ ബിയും ഡിയുമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. എ എന്താ, ഭാഗ്യ അഭിപ്രേരണ സമ്മാനങ്ങൾ കൊണ്ടോ അംഗീകാരങ്ങൾ കൊണ്ടോ നിയന്ത്രിക്കപ്പെടുന്നില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. ബാഹ്യ അഭിപ്രേരണ സമ്മാനങ്ങൾ കൊണ്ടോ അംഗീകാരങ്ങൾ കൊണ്ടോ നിയന്ത്രിക്കപ്പെടുന്നതാണ്, അല്ലെ? മറ്റൊരാൾ നമ്മളെ അപ്രിഷിയേറ്റ് ചെയ്യുക, എൻകറേജ് ചെയ്യുക, സമ്മാനങ്ങൾ നൽകുക, ഇതിലൂടെയൊക്കെ ബാഹ്യ അഭിപ്രേരണ ഉണ്ടാകുന്നുണ്ട്. ക്ലാസ്സിൽ നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ടീച്ചർ ഒരു സമ്മാനം നൽകി, അപ്പൊ മറ്റുള്ളവരും കൂടി എന്ത് ചെയ്യും, ഞാൻ നന്നായി പഠിക്കാം, എനിക്ക് സമ്മാനം കിട്ടുന്ന കുട്ടികൾക്ക് സ്വന്തമായിട്ട് തോന്നുവാണ്. അല്ലെങ്കിൽ ഒന്ന് അപ്രിഷിയേറ്റ് ചെയ്യുമ്പോൾ അവന് കുറച്ചുകൂടി നന്നായിട്ട് അടുത്ത വട്ടം ചെയ്യണമെന്ന് തോന്നുവാണ്. അവിടെ നിയന്ത്രിക്കപ്പെടുന്നുണ്ട്, പെടുന്നില്ല എന്നുള്ളത് തെറ്റാണ്. ഇനി സി ആണെങ്കിൽ എന്താ, ബാഹ്യ അഭിപ്രേരണ ആന്തരിക അഭിപ്രേരണയ്ക്ക് കാരണമാകുന്നില്ല എന്നാണ്. കാരണമാകുന്നുണ്ട്, അതാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഓപ്ഷൻസ് ബിയും ഡിയുമാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ബി ഡി ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 11ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, താഴെ കൊടുത്ത കൂട്ടങ്ങളിൽ സാമീപ്യ നിയമത്തിന് ലോ ഓഫ് പ്രോക്സിമിറ്റിക്ക് സമാനമായ കൂട്ടം ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് സാമീപ്യ നിയമത്തിന് ശരിയായത്, അല്ലെങ്കിൽ സാമീപ്യ നിയമവുമായി ബന്ധപ്പെട്ടത് ഓപ്ഷൻ ഡി ആണ്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം, എ എന്ന് പറയുന്ന ആ ഒരു പിക്ചർ എന്തുമായി ബന്ധപ്പെട്ടതാണ്? എ എന്ന് പറയുന്ന പിക്ചർ ലോ ഓഫ് സിമിലാരിറ്റി ആണ്, സാമ്യതാ നിയമവുമായി ബന്ധപ്പെട്ടതാണ്. സാമ്യതാ നിയമവും സാമീപ്യ നിയമവും രണ്ടും രണ്ടാണ്. ഞാൻ ഇതിന്റെ ഒരു ഒറ്റ ക്ലാസ് ചെയ്യാം കേട്ടോ. ഇത് മൊത്തത്തിൽ ഞാൻ പറയുമ്പോൾ ക്ലാസ് ഫുള്ളായിട്ട് ഭയങ്കര കൂടുതലായി പോകും. ആദ്യത്തെ നിയമം ഇപ്പൊ ഇത്ര മനസ്സിലാക്കി വെക്കാം. ആദ്യത്തെ നിയമം എന്ന് പറയുന്നത് സാമ്യതാ നിയമമാണ്. ലോ ഓഫ് സിമിലാരിറ്റി ആണ് ആദ്യത്തെ നിയമം എന്ന് പറയുന്നത്. രണ്ടാമത്തെ നിയമം എന്ന് പറയുന്നത് ഏതാണ്? രണ്ടാമത്തെ നിയമം എന്ന് പറയുന്നത് സമ്പൂർണ്ണ നിയമമാണ്. ലോ ഓഫ് ക്ലോഷർ ആണ്. ഓക്കെ, സമ്പൂർണ്ണ നിയമം. ഇനി മൂന്നാമത്തെ നിയമം എന്ന് പറയുന്നത് തുടർച്ചാ നിയമമാണ്. ലോ ഓഫ് കണ്ടിന്യൂറ്റി ആണ്. ഓക്കെ, ലോ ഓഫ് കണ്ടിന്യൂറ്റി ആണ്. ഇനി നാലാമത്തെ നിയമം എന്ന് പറയുന്നതാണ് സാമീപ്യ നിയമം. സാമീപ്യ നിയമം, ലോ ഓഫ് പ്രോക്സിമിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ നിയമങ്ങളുടെ ഇതെങ്ങനെയാണ് ഈ ഫോട്ടോ വെച്ചിട്ട് അല്ലെങ്കിൽ ഈ പിക്ചർ വെച്ചിട്ട് ഈ നിയമങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? ഈ നിയമം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള ഫോട്ടോയൊന്നും തന്നെന്നില്ല, വേറെ ഏതെങ്കിലും ഫോട്ടോ ഒക്കെ തരും. പക്ഷെ ഏത് ഫോട്ടോ തന്നാലും കണ്ടുപിടിക്കാൻ പറ്റണം. അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അപ്പൊ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തേക്കാം. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ, ഗൃഹപാഠം ചെയ്യാതെ 7ാം പീരീഡിൽ കളിക്കാൻ വിടുന്നതല്ല. നിങ്ങൾ പഠിച്ചാലാണ് കളിക്കാൻ വിടുള്ളൂ. ടീച്ചർമാർ പറയും PT തന്നെങ്കിൽ ഇപ്പൊ ഇരുന്ന് പഠിക്കണം. നെക്സ്റ്റ് പീരീഡ് PT ആണെങ്കിൽ, ഞാനൊക്കെ പറയും നെക്സ്റ്റ് പീരീഡ് PT ആണെങ്കിൽ എന്ത് പറയും, അടുത്ത പീരീഡ് PTക്ക് വിടണമെങ്കിൽ ഇന്നത്തെ ഈ ബോർഡിൽ എഴുതിയേക്കണേക്കെ മര്യാദയ്ക്ക് എഴുതിയെടുത്ത് മിണ്ടാതെ മര്യാദയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ അടുത്ത പീരീഡ് PTക്ക് വിടുന്നു പറയും. അപ്പൊ അതുപോലെ തന്നെ ഗൃഹപാഠം ചെയ്യാതെ 7ാം പീരീഡിൽ കളിക്കാൻ വിടുന്നതല്ല എന്ന് രാധ ടീച്ചർ പറഞ്ഞു. ഇത് കേട്ട നിമിഷം തന്നെ ചില കുട്ടികൾ നോട്ട് പുസ്തകത്തിൽ എഴുതി തുടങ്ങി. ഇവിടെ ടീച്ചർ പ്രയോഗിച്ച പഠനതന്ത്രം എന്ന് പറയുന്നത് ഋണ പ്രബലനമാണ്. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റും പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റും ഉണ്ട്. അപ്പൊ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് ഒരു തെറ്റായതും പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ശരിയായതുമാണെന്ന് വിചാരിക്കരുത്. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് ഇങ്ങനൊരു കാര്യം ചെയ്താൽ നിനക്ക് ഞാൻ ആ കാര്യം ചെയ്തു തരാം, അല്ലെങ്കിൽ നീ ഇത് ചെയ്തതിന് ഞാൻ അങ്ങനെ അത് സമ്മതിക്കാം എന്നൊക്കെ പറയുന്ന രീതിയിൽ സമ്മതിപ്പിച്ചെടുക്കുന്നതാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫലനിയമം, സന്നദ്ധതാ നിയമം, ധനപ്രബലനം എന്നിവയൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. ആൻസർ ഓപ്ഷൻ സി ആണ്, ഋണപ്രബലനമാണ്. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഈ ക്വസ്റ്റ്യൻ ഒക്കെ റിപ്പീറ്റഡ് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നിരീക്ഷണ പഠന സിദ്ധാന്തത്തിന്റെ. നിരീക്ഷണ പഠന സിദ്ധാന്തം പറയുന്നത് ബന്ദൂരയുടെ ആണല്ലേ. ബോബോ പാവ പരീക്ഷണമൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇവിടെ ശരിയായ പ്രക്രിയാ ഘട്ടങ്ങളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻസ് ഒക്കെ വായിച്ച് സമയം കളയുന്നില്ല. ആൻസർ ഓപ്ഷൻ ഡി ആണ്. എന്താണ് ശരിയായ ഘട്ടങ്ങൾ? എങ്ങനെയാ വരുന്നത്? മാതൃക നൽകൽ, ശ്രദ്ധ, നിലനിർത്തൽ, ചാലക പ്രകടനം എന്ന് ഉള്ള രീതിയിലാണ് ഈ ഒരു
പ്രവർത്തന ഘട്ടം, പ്രക്രിയാഘട്ടങ്ങൾ പോകുന്നത്. മാതൃക നൽകൽ, മോഡലിംഗ്, ശ്രദ്ധ, അറ്റൻഷൻ, നിലനിർത്തൽ, റിറ്റൻഷൻ, അല്ലെ, ചാലക പ്രകടനം, മോട്ടോർ, റീപ്രൊഡക്ഷൻ എന്നിവയാണ് കറക്റ്റ് ആയിട്ടുള്ള പ്രക്രിയ ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. മാതൃക നൽകൽ, ശ്രദ്ധ, നിലനിർത്തൽ, ചാലക പ്രകടനം എന്നതാണ് ശരിയായ ഘട്ടങ്ങൾ. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വ്യക്തിക്ക് സന്ദർഭം അനുസരിച്ച് പെരുമാറാനും സാഹചര്യങ്ങൾ തനിക്ക് അനുകൂലമാക്കാനും കഴിയുന്ന ബുദ്ധി എന്ന് റോബർട്ട് ജെ സ്റ്റേൺബർഗ് വിശേഷിപ്പിക്കുന്ന ബുദ്ധിയുടെ ഘടകം ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. വ്യക്തിക്ക് സന്ദർഭത്തിനനുസരിച്ച്, ഇതിന്റെ ക്ലാസ് ഞാൻ ഇട്ടിട്ടുണ്ട്. റോബർട്ട് ജെ സ്റ്റേൺബർഗിന്റെ ഒരു ക്ലാസ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതിനകത്ത് കമ്പോണൻഷ്യൽ ഇന്റലിജൻസ് എന്താണ്, അതുപോലെ തന്നെ എക്സ്പീരിയൻഷ്യൽ ഇന്റലിജൻസ് എന്താണ്, കണ്ടൻഷ്യൽ ഇന്റലിജൻസ് എന്താണ്, ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് എന്താണ് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ വ്യക്തിക്ക് സന്ദർഭം അനുസരിച്ച് പെരുമാറാൻ, സാഹചര്യങ്ങൾ തനിക്ക് അനുകൂലമാക്കാനൊക്കെ കഴിയുന്ന ഒരു ബുദ്ധിയുണ്ട്. ഇത് ഈ ബുദ്ധി എന്ന് റോബർട്ട് ജെ സ്റ്റേൺബർഗ് വിശേഷിപ്പിക്കുന്ന ബുദ്ധിയുടെ ഘടകം ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, കോണ്ടെക്ച്വൽ ഇന്റലിജൻസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. കോണ്ടെക്ച്വൽ ഇന്റലിജൻസ് ആണ് എന്ത്, വ്യക്തിക്ക് സന്ദർഭം അനുസരിച്ച് പെരുമാറാനും സാഹചര്യങ്ങൾ തനിക്ക് അനുകൂലമാക്കാനും കഴിയുന്ന ബുദ്ധിയുടെ ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ, ഈ ഒരു ക്ലാസ്സിലെ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, താഴെ കൊടുത്തവയിൽ കാൾ റോജേഴ്സിന്റെ വ്യക്തിത്വ സിദ്ധാന്ത കാഴ്ചപ്പാടുകളിൽ പരിഗണിക്കുന്ന ആശയങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻസ് ഒക്കെ ഒരുപാടുണ്ട്. പരിഗണിക്കുന്ന ആശയങ്ങൾ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ്. കാൾ റോജേഴ്സിന്റെ വ്യക്തിത്വ സിദ്ധാന്തം നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ആദർശാത്മകമായ അഹം, ഐഡിയൽ സെൽഫ്, നിരുപാധിക പരിഗണന, അല്ലെ, അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്, യാഥാർത്ഥ്യാധിഷ്ഠിത അഹം, റിയൽ സെൽഫ് എന്നിവയൊക്കെയാണ് കാൾ റോജേഴ്സിന്റെ വ്യക്തിത്വ സിദ്ധാന്ത കാഴ്ചപ്പാടിൽ പരിഗണിക്കാവുന്ന ആശയങ്ങൾ എന്ന് പറയുന്നത്. ആത്മസാക്ഷാത്കാരം എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മാസ്ലോയെ അവിടെ കടന്നു വരുന്നത്, അല്ലേ. അപ്പോൾ ഓരോ പക്വ വ്യക്തിത്വം ഒന്നും ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ആൻസർ എഴുതാനായിട്ട്. കാൾ റോജേഴ്സിന്റെ ആദർശാത്മകമായിട്ടുള്ള അഹം, നിരുപാധിക പരിഗണന, അതുപോലെ തന്നെ യാഥാർത്ഥ്യാധിഷ്ഠിതമായിട്ടുള്ള അഹം, ഇതൊക്കെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ PYQs ആണ് നോക്കിയത്. കേറ്ററ്റ് 1 ബേസ് ചെയ്തിട്ട് ഉള്ള PYQs ആണ് നോക്കിയത്. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തിടുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക്